ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു ആംബുലൻസ് ബോട്ടിന്റെ മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്ത് ഈ വിഴിഞ്ഞ ഹാർബറിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അതായത് നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ ദൂരെ പോയിട്ട് അതായത് ഒരു ട്രെയിൽ നടത്തിയിട്ട് ഇതിനെ കൊണ്ടിടുന്നതാണ്. ഇപ്പോൾ ഡിസംബർ മാസം ഇതിന് ഏകദേശം എത്ര ലക്ഷം രൂപ കൊടുത്തത്? 17 ലക്ഷം രൂപ കൊടുത്ത് മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞ് വിഴിഞ്ഞ ഹാർബറിൽ കൊണ്ടിട്ടിരിക്കുന്നതാണ്. അതായത് ഈ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 5 മാസത്തിൽ കൂടുതലായി ഒരു ട്രെയിൽ പോലും ഈ ആംബുലൻസ് ബോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആകെ 2 ഇഞ്ചിനാണ്, കിലോസ്കിയുടെ 2 ഇഞ്ചിനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആൽഫ്രഡോ എന്നുള്ള ഒരു കമ്പനിക്കാണ് ഇതിൻ്റെ ഇഞ്ചിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഡെയിലി നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ വന്നിട്ട് ആ പുള്ളീനെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ വർക്ക് ചെയ്യാത്തത് എന്താണ്. അപ്പോൾ ഇവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ആൾക്കാർ ഈ ഇഞ്ചിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് വിടുമ്പോഴത്തേക്കും ഇതിൻ്റെ അതായത് ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നതെന്ന് പറയാം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇഞ്ചിന് ഏത് കമ്പനിയാണോ അവർ വന്നാൽ ഈ ഇഞ്ചിന് പണിയാനായിട്ടുള്ള അവസരം നമ്മൾ ഒതുക്കി തരാമെന്നാണ് പറയുന്നത്. ഇതിൽ ജോലിക്കുന്നവർ പറയണത് ഇവരുടെ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ ഇവർ പറയണത് ഇവരെ കമ്പനിയുടെ ചോദിക്കാൻ വേണ്ടി ഇവർ പറയണത് ഇതിൽ ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ കമ്പനിയുടെ ഞങ്ങളെ കമ്പനിക്കാരെ ഇറക്കിയത്. ഇത് കമ്പനിക്കാരെ എവിടെ വിട്ടിരിക്കുന്നത്? ഗവൺമെന്റ് ഒരു വള്ളം അവിടെ പറഞ്ഞു കിടക്കുന്നതാണ് ഇവര് പറയുന്ന കാര്യം അറിയാം. അവിടെ വന്നിട്ട് പറയുമല്ലോ കാര്യം പറയുമ്പോൾ അവർ പറയണത് അറിയാമോ, ഓഫീസിൽ പോയിട്ട് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ മാത്രം തന്നെ ഇവിടെ പോകുന്ന പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോണില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു യാദൃശ്യമായിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയുടെ വള്ളം അവിടെ മറിഞ്ഞെന്ന് വെച്ചോ. പക്ഷേ ഇവർ വന്ന് പറയുന്ന അതായത് ഇവ ബന്ധപ്പെട്ട അധികാരികളെ വിളിക്കുമ്പോഴത്തേക്ക് ഈ ആംബുലൻസ് ബോട്ടുകാർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിയില്ല. അതായത് അവിടെ മത്സ്യത്തൊഴിലാളി നീന്തുകയാണ് ഇവരുടെ ഓർഡർ കിട്ടുന്നത് വരെ, അതിൽ നീന്തുന്നത് വരെ ഇവർ ഓർഡർ കിട്ടുന്നത് വരെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ആൾക്കാർ മരിക്കും. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കടലിൽ ഓടാനായിട്ട് യോഗ്യമല്ലാത്ത ഒരു ആംബുലൻസ് ബോട്ടാണ്. ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ടുള്ള അധികാരവും ഇല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബുലൻസ് ബോട്ടിന് ഓടാനായിട്ട് സാധിക്കത്തില്ല. അതല്ലേ സത്യം? മൊത്തം ഒരിടത്തും പോകുന്നില്ല, ചുമ്മാ ഇവിടെ ഇവര് അവിടെ മൊത്തത്തിൽ പോകാൻ പറ്റില്ല. ആളോട് ഇവിടെ ചുപ്പടിക്കാണ്ട് വരാൻ പറയും എല്ലാവരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ആംബുലൻസ് ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലില് നമ്മളെ വേറെ ഏതെങ്കിലും വേമ്പനാട്ട് കായലിലോ പമ്പാനായ കായലിലോ ഇല്ലെങ്കിൽ പൂവാർ കായലിലോ ഒക്കെ ഓടാൻ പറ്റിയ അവസ്ഥയിലുള്ള ഒരു ആംബുലൻസ് ബോട്ടാണ്. വെറുതെ കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് കുറേ ഇതിന്റെ അകത്തുള്ള വർക്കേഴ്സിന് കുറച്ച് ശമ്പളത്തിന് വേണ്ടി മാത്രം കൊണ്ടിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന പുള്ളി അരുളെന്നാണ് പേര്. ഇന്നലെ ഞാനിവിടെ നിൽക്കുന്ന സമയം ഇതിനെ ബന്ധപ്പെട്ട അധികാരികളോട് ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അരുള ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ ഇവിടെ ഏടി വന്നിട്ട് പറഞ്ഞെന്ന് പറയുമ്പോൾ ഇതിനെ ഇപ്പോഴൊന്നും പറ്റില്ല, മേളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വെള്ളം പിടിക്കണം. ഞങ്ങളെ വെള്ളം കിടക്കുന്നത് ഇതാണ്. കണ്ടില്ലേ? ഇതൊന്ന് കാണിച്ചു കൊടുക്കും ചേട്ടാ, ഇതൊന്ന് കാണിച്ചു കൊടുക്കും. ഇവരുടെ വള്ളം കെട്ടിയിട്ടിരിക്കുന്ന പരിസരമാണ്. വെള്ളം പിടിക്കാൻ വന്നത്, വള്ളം പിടിക്കാൻ ഒരു വള്ളം ഇവിടെ അടുപ്പിക്കാനായിട്ട് വന്ന് സൗകര്യമില്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടല്ല ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമേ ഇല്ല. ഇതിവിടെ ചുമ്മാ കിടന്നിട്ട് എന്തിനാണ് തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഗവൺമെന്റുകാര് അവർക്ക് മറ്റേ ക്യാപ്റ്റന് 65,000 രൂപ, എഞ്ചിനീയറിന് 45,000 രൂപ, പിന്നെ സ്റ്റാഫുകൾക്ക് 18,000 രൂപ, പാവപ്പെട്ട 2 ക്ലീനർമാർ 2 പയ്യന്മാരുണ്ട് അവർക്ക് വെറും 12,000 രൂപ ഇതാണ്. ഈ പൈസയൊക്കെ നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? ഞങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തരുന്നത് എന്തിനാണ്? ഞങ്ങൾ കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഇതിനടുത്ത് മാറ്റി രേഖ ഉണ്ടെങ്കിൽ മാറ്റി. ഇവര് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ഇതിന് വേറൊരു കമ്പനിക്കാണ് ഇതിനെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇതിനെ ഫുള്ളായിട്ട് ഇതിനെ മുടിച്ചു വാരി ഈ സാധനം 2 കോടി രൂപ എടുത്ത് കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ട് അവസാനം ഓഫീസിൽ വന്നിട്ട് നോക്കിയപ്പോൾ ഒരു പണി ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനു മുൻപ് കൊട്ടേഷൻ കൊടുത്ത ആ ഒരു വർക്കർ, അതായത് ഇതിന്റെ ക്യാപ്റ്റനും ഇതിനുള്ള വർക്കേഴ്സ് അല്ല, ഇവർ ചേർന്ന് അഴിമതി നടത്തിയിട്ട് അവരെ മാറ്റി. ഇവിടുത്തെ ശമ്പളക്കാരൊക്കെ ചുമ്മാരിക്കാണ് റൂമിൽ ചുമ്മാരിക്കണം ശമ്പളം മേടിച്ചിട്ട്. എത്ര എ സി ഉള്ളത് ഇതിൽ ഉള്ളത് 3, 6 മൊത്തം 7 എ സി ആണ് കേട്ടോ. അതായത് ചുമ്മാ ഈ കടപ്പുറത്ത് ഈ ഫിഷിംഗ് ഹാർബറിൽ കെട്ടിയിരിക്കുന്ന ഈ ഒരു ആംബുലൻസ് ബോട്ടിന് 7 എ സി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം പൊതുജനങ്ങളുടെ പൈസയാണ് വെറുതെ പാഴായി പോകുന്നത്. ഒരു ഉപയോഗവും ഇല്ല. ഗവൺമെന്റ് പൈസ എന്താണ് വെറുതെ കളയണം കേട്ടോ. ഇല്ലേ ഉപയോഗമുള്ള ഒരു സാധനം കൊണ്ടിടി. അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല.
അതായത് ഒരാളെ ഇതെല്ലാം- ഒരു തൊഴിലാളിയെങ്കിലും ഇവർ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംബുലൻസ് ബോട്ട് ഇവിടെ കിടക്കുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. ഒരു ഉപയോഗവുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി ഒരു ബോട്ട് സാധാരണ ഒരു 32 അടി ബോട്ട് ഉള്ളിൽ ഓടിപ്പോയി ഒരു മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് പോലെ ഇവർക്ക് സാധിക്കത്തില്ല, അതല്ലേ? ഓ അത് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഇവര് പോയത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഇത് മാറ്റാൻ വേണ്ടി പറയണത്. ഒരു പേര് അത്രയും സങ്കടങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഒരാവശ്യമില്ല. അപ്പൊ ഇവര് മാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വള്ളങ്ങൾ പിടിക്കാൻ ഇതേപോലെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രക്ഷിക്കണ്ട, ഇവിടെ നിന്ന് ഒന്ന് എടുത്ത് മാറ്റി തന്നാൽ മതി. അതായത് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ ജഡമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കാനാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഒരു ഉപയോഗമില്ല. കുറച്ച് ഇവിടുത്തെ വർക്കേഴ്സിന് ഇതിന്റെ മുതലാളിമാർക്കും സാലറി കൊടുക്കാനായിട്ട് കേരള ഗവൺമെന്റ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതാണ്. അങ്ങനെ തന്നെ. ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. പ്രളയകാലത്തെ മേഴ്സിക്കുട്ടി അമ്മ ഫിഷറീസ് മന്ത്രിയായിരുന്ന സമയം കേരളത്തിന് സമ്മാനിച്ച 3 ആംബുലൻസ് ബോട്ടിൽ ഒന്നാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ മേഴ്സിക്കുട്ടി അമ്മ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം 3ന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രതീക്ഷ, ഒന്ന് പ്രത്യാക്ഷ, ഒന്ന് കാരുണ്യ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ ആംബുലൻസ് ബോട്ടിൽ ഏകദേശം പ്രളയം വന്നതിന് ശേഷം ഏകദേശം 6 വർഷത്തിൽ കൂടുതലായി ഒരു മത്സ്യത്തൊഴിലാളികളെ പോലും ഇവരെ കൊണ്ട് രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ കാണുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാം അതാ ഇവിടെ കാണുന്നുണ്ടോ, ഇവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 1 വർഷമാകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മെയിൻ്റനൻസ് എന്നുള്ള പേർക്ക് ഈ ആംബുലൻസ് ബോട്ടുകൾക്ക് കേരള സർക്കാരിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഡിസംബർ മാസം ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ട് മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നതാണ്. 6 മാസമായെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ 17 ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ എല്ലാം കേൾക്കുന്നുണ്ട് ഇവിടെ പറയണത്. അപ്പൊ ഇവിടുത്തെ അഭിപ്രായങ്ങളെല്ലാം ഇവർ കേൾക്കുന്നുണ്ട്. 17 ലക്ഷം രൂപ മെയിൻ്റനൻസിനായിട്ട് കൊടുത്ത് പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരുപാട് ഓഫീസർ ഒന്ന് പരാതി ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ഇവരുമായിട്ടാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കിലോമീറ്റർ, ഒരു 2 കിലോമീറ്റർ ഉള്ളില് ഇവർ ഒരു ട്രെയിലെങ്കിലും നടത്തി വന്ന് ഇവിടെ കൊണ്ടിടുമായിരുന്നു. ഇവിടുത്തെ 17 ലക്ഷം രൂപ കൊടുത്ത് ശരിയാക്കി പറഞ്ഞിട്ട് മറ്റേ ഏടിയില്ലേ, സീനായി. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നു. ഇത് ഒരു രൂപയിൽ ഇത്രയും ലക്ഷം കൊടുത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം പുറത്ത് പോയിട്ട് വരില്ലേ നമുക്ക്. നാളെ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഓടി വരണം. പക്ഷെ ഇന്നുവരെ ഇത് പണി ചെയ്ത് ഇത്രയും ലക്ഷം കൊടുത്ത് ഗവൺമെന്റ് പോയി ഒരു മുതലി പള്ളി അവിടെ പോയിട്ട് എന്നിട്ട് ചുപ്പേക്കാൻ പോകണ്ട, ഇവിടെ നിന്ന് ചുപ്പടിക്കാം. അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ കാണുന്ന ഈ ആംബുലൻസ് ബോട്ടിനെ നമുക്ക് ഇവിടെ ഈ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ ഒരു ജഡമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ തന്നെ പറ്റണം. അങ്ങനെ തന്നെ കിടക്കണവര്.